ബിഗ് ബോസിന് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ആദില അനീഷ് ഇഷ്യൂ, അവർ ജയിലിലേക്ക് പോകുന്നു, അവർ ജയിലിൽ നേരത്തെ പിടിച്ചു കിടത്തുന്നു, ഒരുപാട് ടോക്ക് ഉണ്ടാവുന്നു. മേ ബി ഇത് കോംപ്രമൈസ് ആകാം, ആകാതിരിക്കാം. ഷാനവാസ് ഇടപെടുന്നു, അനീഷും ഷാനവാസും കൂടെ വലിയൊരു ഫൈറ്റ് ഉണ്ടാവുന്നു. ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ച കാര്യമാണ്. പക്ഷേ ഏറ്റവും ആദ്യം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മുടെ അനുമോൾ അല്ലേ, അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട്, ബിക്കോസ് എല്ലാവർക്കും അത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടേം തന്നെ യൂസ് ചെയ്യുന്നത്. ജീവൻ ഒരു സീരിയലിന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് അനുമോൾക്കുണ്ടായ ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. ആരുടെ ഭാഗത്താണ് അത് ശരി തെറ്റെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അനുമോളുടെ ഭാഗത്താണോ ജീവന്റെ ഭാഗത്താണോ ന്യായം, അവർക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള ഫുൾ സ്റ്റോറി ഒന്നും കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. പക്ഷേ അനുമോൾ കുറച്ച് സമയം അവിടെ അനുഭവിച്ചൊരു മാനസിക സംഘർഷമുണ്ട്. അഫെയറിലായിരുന്ന രണ്ടാൾക്കാർ കംപ്ലീറ്റ്ലി വേണ്ടെന്ന് വെച്ചിട്ട് ആ വ്യക്തിയെ മേ ബി അവർ രണ്ടുപേരും തീരുമാനിച്ചിട്ടുണ്ടാവാം ഇനി ഒരിക്കലും കാണേണ്ടി വരില്ല, അല്ലെങ്കിൽ കാണണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക പോലും വേണ്ട എന്നവർ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായേക്കാം ഏതെങ്കിലും ഒരു മൊമെന്റിൽ. അനുമോൾ തന്നെ ലൈവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എപ്പിസോഡ് കാണിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഇനി കാണേണ്ട എന്ന് തോന്നിയിട്ടുള്ള, യഥാർത്ഥ വാചകം ഇങ്ങനെയല്ല, എൻ്റെ ലൈഫ് നശിപ്പിച്ച, ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച എന്നാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത്. ആ വ്യക്തിയെ ഞാൻ ഇന്ന് കാണേണ്ടി വന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടി വന്നു എന്നാണ് അനുമോൾ പറഞ്ഞത്. അതായത് അനുമോൾ വന്ന സമയത്ത് അനുമോൾ അധികം മെയിൻറ്റെയിൻ ചെയ്തില്ല ജീവനെ, കാരണം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോലും പോയില്ല. പോകുന്ന സമയത്ത് ജീവൻ പോയിട്ട് അനുമോളുടെ അടുത്ത് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് സംസാരിക്കുന്നുണ്ട്. അനുമോൾ ഇന്നവിടെ കാണിച്ച ഒരു പക്വത, ജീവൻ വന്ന സമയത്ത് ഒന്നും മിണ്ടുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി തന്നെ ഇരിക്കുകയാണ്. ആ പുഞ്ചിരി ഉള്ളിൽ നിന്ന് വന്ന പുഞ്ചിരി അല്ല, അനുമോളുടെ മനസ്സിൽ ആ സമയത്ത് കടന്നുപോയ ഒരു മാനസിക സംഘർഷമുണ്ട്. അനുമോളെ ആ സമയത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം അവർ നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. ആരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെങ്കിലും അങ്ങനെ ഒരു വ്യക്തിയെ, നമ്മൾ ബ്രേക്കപ്പായി ഇനി വേണ്ട എന്ന് വെച്ച ഒരു വ്യക്തിയെ വീണ്ടും കാണേണ്ടി വരുമ്പോൾ ആ മൊമെന്റിൽ അവർക്കുണ്ടാവുന്ന പെയിൻ അത് ഒത്തിരി ഹൈ ആയിരിക്കും. പ്രത്യേകിച്ച് ബിഗ് ബോസിലാകുമ്പോഴത്തേക്കും അത് കുറേ ഹൈ ആയിരിക്കാം. മേ ബി വേറെ ആരെങ്കിലും, മിക്കവർക്കും ഇതിനെ പറ്റിയൊക്കെ അറിയാം, വേറെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഇനി പറഞ്ഞ് തന്നെ കുത്തുവോ, ഇതിന് പ്രശ്നം ഉണ്ടാക്കുവോ, എന്തെങ്കിലും ഹിന്റ് ഈ വന്ന വ്യക്തി തനിക്കെതിരായിട്ട് കൊടുക്കുവോ, മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന പേടിയൊക്കെ അനുമോൾക്ക് ഉണ്ടായേക്കാം. പക്ഷേ അനുമോൾ അത് കംപ്ലീറ്റ്ലി, ഞാൻ കണ്ട ഭാഗത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അനുമോൾ അത് നൈസായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അനുമോളുടെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിട്ടും അതും പറഞ്ഞു മാത്രം. ഇനി ഇപ്പോൾ ഹൗസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അനീഷാണ്. അനീഷിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ അവിടുത്തെ കോണ്ടന്റുകൾ എല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനീഷ് ആദില വിഷയം വരുന്നുണ്ട്, അനീഷ് ഷാനവാസിന്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഇപ്പോൾ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ മാത്രമാണ്, അല്ലെങ്കിൽ അനീഷിന്റെ ഒരു സ്റ്റോറിയാണ് നമ്മളിപ്പോൾ ബിഗ് ബോസിൽ ഓരോ ഡേയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്താണ് സത്യാവസ്ഥ, അല്ലെ, ആരുടെ ഭാഗത്താണ് ന്യായം? അതിപ്പോൾ അവർ ജയിലിലേക്ക് പോകുന്നുണ്ട്, ജയിലിൽ പോയിട്ട് കോംപ്രമൈസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി അത് ഇവരായതുകൊണ്ട് പറയാൻ പറ്റില്ല, നാളെ വീണ്ടും ആവർത്തിക്കപ്പെട്ടേക്കാം, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു ചോദ്യമുണ്ട്. ഇത്ര നേരത്തെ എന്തിനാണ് അവർ ജയിലിൽ പറഞ്ഞയച്ചത്? അതിന്റെ റീസൺ എന്താണ്? ഈ ജയിലിലേക്ക് ഇത്രയും നേരത്തെ പറഞ്ഞയച്ചു. അവർ ക്യാപ്റ്റൻസി നോമിനേഷനകത്ത് പോലും ഇവർ രണ്ടുപേരും ഇടപെട്ടിട്ടില്ല. ഒരു പ്രൊമോഷൻ ടാസ്ക് ഉണ്ടായിരുന്നു ഒരു പെയിന്റിന്റെ, അതിനകത്ത് പോലും ഇവരില്ല. അപ്പൊ ഇവർ ഇത്രയും സമയം പിടിച്ച് ജയിലിൽ അടച്ചിട്ട് എന്ത് ഗുണമാണ് ബിഗ് ബോസ് കിട്ടുന്നത്? ക്യാപ്റ്റൻസിയിലേക്ക് പോലും ഇവരെ ഉൾപ്പെടുത്താതിരിക്കുമ്പോഴത്തേക്കും അതിന്റെ ആവശ്യം എന്താണ്? നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ തോന്നില്ല, എന്ത് ആവശ്യത്തിന് നമുക്ക് തോന്നിപ്പോവും ചോദിക്കാനായിട്ട്. എനിക്ക് തോന്നി എന്തിന് ഇവർ ഇത്രയും പിടിച്ച് നേരത്തെ ജയിലിലിട്ടു? സാധാരണ എല്ലാ ആൾക്കാരും ജയിലിടുന്ന സമയമുണ്ടല്ലോ, അങ്ങനെയല്ല ഇവരിട്ടിരിക്കുന്നത്. അത് എനിക്കതെന്തോ ഡൈജസ്റ്റ് ആയില്ല. ഇനി ഇവർ തമ്മിൽ കോംപ്രമൈസ് ആയ ഒരു ടോപ്പിക് ഉണ്ടാകാനാണെങ്കിൽ തന്നെ അതിന് സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇട്ടാൽ പോരായിരുന്നോ? അല്ലാണ്ട് ഇവർ ഇത്രയും നേരത്തെ പിടിച്ചിട്ടിട്ട് എന്ത് കാര്യം? ഇനി അനീഷിന്റെ ഇതിനകത്തൊരു ചെറിയ ഗെയിം കൂടെ ഉണ്ട്. ഇപ്പോൾ ആദില അനീഷിനെതിരായിട്ട് ഇത്രയും ഷൗട്ട് ചെയ്യുമ്പോൾ ആദിലയും നൂറയായിട്ട് ഉടക്കുന്നുണ്ട്. നൂറ ഒരുപാട് കാര്യങ്ങൾ ആദിലേക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആദിലൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറച്ച് മോശമാണ്, അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല. കാരണം ആദിൽ ഇത്രയും റഫ് ആൻഡ് ടഫായിട്ട് അനീഷിൻ്റെ അടുത്ത് പെരുമാറുമ്പോൾ ആദിലേക്ക് ഇതിനൊരു സപ്പോർട്ട് കിട്ടാൻ പോകുന്നില്ല. ആദിൽ അങ്ങനെ ചിന്തിക്കരുത്, തനിക്കൊരു സപ്പോർട്ട് കിട്ടും എന്ന് ആദിൽ ഒരിക്കലും ചിന്തിക്കരുത്. അത് കിട്ടാൻ പോകുന്നേ ഇല്ല. ആദിലോട് ആൾക്കാർക്ക് ഹെയ്റ്റ് മാത്രമേ ഉണ്ടാകുള്ളൂ, അല്ലാണ്ട് സ്നേഹമൊന്നും ഉണ്ടാകാനേ പോകുന്നില്ല. ആദിലയുടെ ഓരോ പ്രവൃത്തിയും, പ്രത്യേകിച്ച് അനീഷിൻ്റെ അടുത്ത് പെരുമാറുന്ന രീതിയൊക്കെ ഭയങ്കര ബോറാണ്. അനീഷ് ആണെങ്കിൽ ഒരു മീറ്റർ പിടിക്കും. ഇത് മേ ബി ഇത് അനീഷിന്റെ ഗെയിം ആയിരിക്കാം. കാരണം ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മെഡിസിൻ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നൂറ പറയുന്നുണ്ട്, അനീഷ് ഏട്ടൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി മെഡിസിൻ ആയിട്ട് വരണ്ട എന്ന് പറഞ്ഞതല്ലേ, ക്യാപ്റ്റൻ ഒണിയലിന്റെ അടുത്ത് ഈ കാര്യം അറിയിച്ചതല്ലേ, വീണ്ടും എന്തിനാണ് അനീഷ് തന്നെ മെഡിസിൻ എടുത്തുകൊണ്ട് വരണ്ടേ? അതായത് അനീഷ് അവിടെ ആദിലയെ പ്രൊവോക്ക് ചെയ്യണമെന്ന് അനീഷ് അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. നൈസായിട്ട്, അതായത് വളരെ മാന്യമായിട്ട് പ്രൊവോക്ക് ചെയ്യണമെന്ന് അനീഷ് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഇപ്പോൾ ജിത്തു സാർ വന്ന സമയത്തുള്ള ആ ഒരു കോവിൻ്റെ കാര്യം, ചോക്ലേറ്റ് കാര്യമൊക്കെ അനീഷ് എടുത്ത് വെക്കുന്നത് ഈ പ്രൊവോക്ക്, അതായത് ആദിലയെ പ്രൊവോക്ക് ചെയ്ത് അതിനെ മാക്സിമത്തിലേക്ക് എത്തിക്കണം എന്ന് അനീഷ് ചിന്തിക്കുന്നുണ്ട്. അത് അനീഷിന്റെ ഗെയിമാണ്. ആ ബ്രില്യൻ ഗെയിമിനെ ആദില തിരിച്ചറിയാൻ പ്രയാസപ്പെടുന്നതും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതുമാണ് ആദിലയുടെ നെഗറ്റീവ്. ബിക്കോസ് ആദില വളരെ പെട്ടെന്ന് പ്രൊവോക്ഡ് ആവുന്നു, അനീഷിനെതിരെ വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്നു. ആദിലേക്ക് അവിടെ കട്ട നെഗറ്റീവ് വരുന്നു, അനീഷിന് നല്ല സപ്പോർട്ട് വരുന്നു. അനീഷ് കറക്റ്റ് മീറ്റർ പിടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നൂറയ്ക്ക് ഷാനവാസിനും ഈ കാര്യം ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്, ആദില അത്രയും ഓവറാണ് എന്നുള്ളത്. ഇപ്പോൾ ഷാനവാസ് ആണെങ്കിൽ തന്നെ അനീഷിൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അനീഷ് അവിടെ ഷാനവാസിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഷാനവാസ് ഒരിക്കലും അനീഷിനെ ചതിക്കാനായിട്ട് ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് 2-3 സന്ദർഭങ്ങളിൽ ഷാനവാസ് അവിടെ സംസാരിക്കുന്ന സമയത്ത് അനീഷിന് തോന്നിയിട്ടുണ്ട്, ഞാൻ ഇനി ഷാനവാസിന്റെ കൂടെ നിന്ന് ഗെയിം കളിക്കണ്ട, ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നതാണ് ബെറ്റർ, എന്നാലും തനിക്ക് കുറച്ചുകൂടെ കൂടുതൽ സപ്പോർട്ട് കിട്ടുള്ളൂ, തനിക്ക് ആ രീതിയിൽ മാത്രമേ ഫ്രീഡത്തിൽ ഗെയിം കളിച്ച് പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ അനീഷിന് മനസ്സിലായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അനീഷ് ഷാനവാസ് വന്ന് സംസാരിച്ചിട്ട് പോലും ഒരു കോംപ്രമൈസ് ചർച്ച ഷാനവാസ് അവിടെ നോക്കുമ്പോൾ പോലും അനീഷ് അത് അക്സെപ്റ്റ് ചെയ്യാത്തത്. അനീഷ് വീണ്ടും പറയുന്നത് നീ എന്നെ ചതിച്ചു, അതായത് ആ കോവിൻ നിന്റെ അടുത്ത് ഉണ്ടായിരുന്നു, നീ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഷാനവാസ് ഒരു ഫൺ പരിപാടി നോക്കിയതാണ് അനീഷിനെ കുറച്ചുകൂടെ വട്ടം കറക്കാനായിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അനീഷിന്റെ സ്വഭാവം അറിയാവുന്ന ഷാനവാസ് അത്ര അനീഷിനെ വട്ടം കറക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ അനീഷ് എന്ത് ചെയ്തു, ഷാനവാസ് ഇത്രയും വട്ടം കറക്കാൻ പാടില്ലായിരുന്നു, അതിന് തനിക്ക് ഹേർട്ടായി പോയി എന്നുള്ള രീതിയിൽ ഷാനവാസിനോട് അനീഷ് ഇത് പറഞ്ഞു വെക്കുകയും ചെയ്തു. അനീഷ് ഇതിനകത്തൊരു ഒരു ഒരു ഗെയിം കൂടെ കാണുന്നുണ്ട്, ഷാനവാസും ഗെയിം കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആദില ഇത് മനസ്സിലാക്കാണ്ട് അതിനകത്ത് നന്നായിട്ട് പെട്ട് നെഗറ്റീവായി പോകുന്നുമുണ്ട്. ഇതിനകത്ത് അനീഷ് പറയുന്ന, ഷാനവാസിലേക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, നെവിൻ്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ നിന്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് വേറെ ആര് നിൽക്കാൻ സമയത്ത് ഞാൻ നിന്നു. പക്ഷെ ഈ വിഷയത്തിൽ നീ എൻ്റെ കൂടെ അല്ല, ആദിലയുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് അവർക്ക് ഫേവറായിട്ട് നിന്നു എന്നുള്ളത്. ഇവിടെ ഷാനവാസ് അനീഷിനെ മാക്സിമം അവരെ കൊണ്ട് ചൊറിയിപ്പിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊരു ഫൺ ആയിക്കോട്ടെ സീരിയസ് ആയിക്കോട്ടെ. പക്ഷേ ഷാനവാസ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തപ്പോൾ അനീഷിന് മനസ്സിലായി ഷാനവാസ് എന്തായാലും കംപ്ലീറ്റ്ലി തൻ്റെ കൂടെ മാത്രം നിൽക്കൂല, എന്തെങ്കിലും നാളെ ചിലപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഗെയിം കളിക്കാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് അനീഷ് നൈസായിട്ട് ആ കളവങ്ങ് മാറ്റി, ഇനി ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അത്രക്ക് അങ്ങോട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വഴക്കങ്ങോട്ട് ഇടുവാണ്. ഇവിടെ അനീഷ് ആ ഒരു കുട്ടിയുടെ ഹോട്ട്സ്റ്റാറിൻ്റെ ആ ഒരു ടാസ്ക് പ്രകാരം, ജിയോ സ്റ്റാറിൻ്റെ ആ ടാസ്ക് പ്രകാരം കുട്ടിയായിട്ട് അഭിനയിക്കേണ്ടത് അനീഷായിരുന്നു. അനീഷ് നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അനീഷിന് സപ്പോർട്ടായിട്ട് നെവിൻ ഇങ്ങനെയുള്ള ടാസ്ക് കിട്ടുമ്പോൾ അമ്മയായിട്ട്, കുട്ടിയുടെ അമ്മയായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് നെവിൻ നൈസായിട്ട് പെർഫോം ചെയ്തു. നെവിൻ ഇങ്ങനെയുള്ള ടാസ്ക് നന്നായിട്ട് ചെയ്യും. ഈ സമയത്താണെങ്കിൽ തന്നെയും ആദിൽ അവിടെ അകത്ത് തന്നെ ഇരിക്കുക, അനീഷ് ടാസ്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നേയില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ആദില നിന്നത്. അതൊക്കെ ഭയങ്കര ബോറൻ പരിപാടിയാണ്. അതുകൊണ്ട് നൂറ കട്ടക്ക് ആദിലെ എതിർക്കുന്നുണ്ട്. കാരണം നൂറയ്ക്ക് മനസ്സിലായി ആദില ഇതേ സ്റ്റേജ് തുടർന്ന് പോയി കഴിഞ്ഞാൽ ആദിലയ്ക്ക് വമ്പൻ പണി കിട്ടും. കാരണം നൂറ നോക്കുമ്പോൾ രണ്ടുപേരും 2 മത്സരാർത്ഥികളാണ്. ആദിലയ്ക്കും നൂറയ്ക്കും ഒരേപോലെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ, കാരണം അവർക്ക് വിന്നർ പോലും ആകാം. ലാസ്റ്റ് വോട്ട് എല്ലാവർക്കും കൂടെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിന്നറാവും, ശരിയല്ലേ? കാരണം അവർ രണ്ടുപേരും ഭാര്യമാരാണ്. അപ്പം ആ ഒരു വിന്നർ ക്വാളിറ്റിയിലേക്ക് പോലും അവർ വരും. ഇനി വേറൊരു കാര്യമുണ്ട്, ആദില ഈ പരിപാടി അനീഷിൻ്റെക്ക് ചെയ്യുമ്പോൾ അനീഷിന് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് നൂറയ്ക്ക് അറിയാം. അതുകൊണ്ട് ആദിലയ്ക്ക് കിട്ടുന്ന നെഗറ്റീവ് തന്നിലേക്ക് കൂടെ വരുമെന്ന് നൂറയ്ക്കും അവിടെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് നൂറ ശക്തമായിട്ട് ആദിലയെ എതിർക്കുന്നത്. പിന്നെ ഒരു കിച്ചണിൽ വെച്ച് വഴക്കൊക്കെ ആവുന്നുണ്ട്, വലിയ വഴക്കൊന്നുമല്ല, ചെറിയ വഴക്കാവുന്നുണ്ട്. പക്ഷേ ഈ അനീഷ് അവിടെ ടാസ്ക് ചെയ്യുന്ന സമയത്ത് പോലും വരാതിരിക്കുന്നത് അത് ഭയങ്കര മോശപ്പെട്ട ഒരു പ്രവണതയാണ് ആദില കാണിച്ചത്. ഇനി അനീഷ് അത് കഴിഞ്ഞിട്ട് ഷാനവാസായിട്ട് ആദ്യം വഴക്കുണ്ടാക്കിയിട്ട് പിന്നീട് അനീഷ് പോയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് ഒരു കോംപ്രമൈസ് ടോക്ക് വെക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് പോയി. അത് ഞാൻ പറഞ്ഞു, അനീഷ് അവിടെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഓരോ മൂവും ചെയ്യുന്നുണ്ട്. ഷാനവാസിനും അത് മനസ്സിലാകുന്നുണ്ട്. ഷാനവാസ് അവിടെ കട്ടക്ക് അനീഷിൻ്റെ പിടിച്ച് നിൽക്കുന്നുമുണ്ട്. പക്ഷെ ഷാനവാസിന് അനീഷിനെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് ഈ വിഷയത്തിൽ പറ്റിയില്ല. അനീഷ് അവിടെ നൈസായിട്ട് ഇത് സ്കോർ ചെയ്തു. അത് ആദിലെ കൊണ്ട് പ്രൊവോക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് സ്കോർ ചെയ്യുന്നത്. അവിടെ ഷാനവാസ് ആ കാര്യത്തിൽ ക്ലാരിറ്റി ഒക്കെ വരുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അനീഷ് പിന്നീട് ഷാനവാസിൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും പഴയ പോലെ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് ചിലപ്പോൾ ആകുമായിരിക്കാം, ആകാതിരിക്കുമായിരിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അനീഷും ഷാനവാസും ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു കോണ്ടന്റ് അവിടെ കിട്ടും. അത് ഉള്ള കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഭയങ്കര കുറേ ആൾക്കാർ ഇപ്പോൾ സേഫ് ഗെയിമിൽ കംപ്ലീറ്റ്ലി സേഫ് ഗെയിമായി. ഇപ്പോൾ ലക്ഷ്മി ഇപ്പോൾ ഒന്നിലും ഇടപെടുന്നില്ല. പ്രത്യേകിച്ച് ലക്ഷ്മിക്ക് അവിടെ എന്തെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ലക്ഷ്മി ഒരു കമൻറ്റ് പറഞ്ഞാലായി, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലായി, അല്ലെങ്കിൽ ലക്ഷ്മിയൊക്കെ കംപ്ലീറ്റ്ലി ഒതുങ്ങി.
ഒണിയൽ ഒതുങ്ങി, അഭിശ്രീ ഒതുങ്ങിപ്പോയി. കാരണം ഇവരൊന്നും പ്രത്യേകിച്ച് ഒന്നുമേ ചെയ്തിട്ടുമില്ല. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഏകദേശം ഇനിയൊന്നുമില്ല, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നിന്നങ്ങ് പോയാൽ മതി. കാരണം ഓൾറെഡി ഇപ്പോൾ 50 ദിവസം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ തീരാറാകുന്ന ഒരു മൂഡിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. ബിക്കോസ് നെവിൻ ആയിക്കോട്ടെ, ബിന്നി ആയിക്കോട്ടെ, കുറേ ആൾക്കാർ ജിസയിൽ ആരിൻ്റെ ഗ്രാഫാണ് കുറച്ചെങ്കിലും നമ്മൾ ഉയർന്നു കണ്ടത്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അവിടെ ഒരു എന്താ പറയണ്ട, വലിയൊരു മൂഡില്ലാത്ത പരിപാടിയാണ്. പിന്നെ ജയിൽ നോമിനേഷനകത്ത് വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആദിലിനെയും അതേപോലെ തന്നെ നമ്മുടെ അനീഷിനെയാണ് ജയിൽ നോമിനേറ്റ് ചെയ്ത്. 9 നോമിനേഷൻ ഉണ്ടായിരുന്നു. ഈ നോമിനേഷൻ അവർ തന്നെയാണ്. കാരണം അനീഷ് അവിടെ ആ ടാസ്കിനകത്തൊക്കെ ഭയങ്കര കുറച്ച് അലമ്പാക്കി. അതിലാണെങ്കിൽ ഓവറായിട്ട് അവിടെ അനീഷിന് നടന്ന് പുറകെ ചൊറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ജയിലിൽ പോക്കട്ടെ. ഈ ജയിലിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അനീഷും ആദിലയും. അവർ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി. ചോക്ലേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കോയിൻ എടുത്തത് അനീഷ് പറയുന്നുണ്ട്, ആദിലാണ് കോയിൻ എടുത്തത് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഷാനവാസിനോട് സംസാരിക്കുന്നുണ്ട്. ഷാനവാസ് ഇവർക്കിടയിലേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട്. മേ ബി ഈ വിഷയം ഇവിടെ തീർന്നു പോയേക്കാം. ചിലപ്പോൾ ഈ വീക്ക് കൊണ്ട് ഈ വിഷയം തീർന്ന് ഇത് ഇത്രേ ഉള്ളൂ. അനീഷ് നൈസായിട്ട്, അതായത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആദിലയെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടെന്ന് ആദില മനസ്സിലാക്കിയിട്ട് ആ പ്രൊവോക്കേഷന് വീട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആദിലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമാകുന്നത്. അല്ലെങ്കിൽ ആദില എത്രത്തോളം റൈസ് ആകുന്നു അത്രത്തോളം അനീഷിന് എന്ത് ചെയ്യും, സപ്പോർട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് അനീഷിന്റെ ഗെയിം എന്നുള്ളത്. ആദിലയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ഷാനവാസിന് ഏറെക്കുറെ മനസ്സിലായി. അവരെന്തായാലും ഒരു കോംപ്രമൈസ് ചർച്ചയൊക്കെ ജയിലിനകത്തിരുന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മേ ബി കോംപ്രമൈസ് ആയി പോയേക്കാം. ഈ വിഷയത്തിൽ ആദില വൻ ഓവറായിരുന്നു. നൂറയ്ക്ക് അതിലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നൂറയും ചില സമയങ്ങളിൽ അതിൽ കടന്നു പോകുന്നുണ്ടായിരുന്നു. അനീഷ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അനീഷിന്റെ ഒരു ഗെയിം ഷാനവാസിന് ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഷാനവാസ് അനീഷിന്റെ അടുത്ത് ഇടയ്ക്കൊന്നൊരു സുഹൃത്തുന്ന രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്, വീണ്ടും ചിരിച്ചും കളിച്ചും ചെല്ലുന്നുണ്ട്. അതായത് അനീഷിന്റെ സൗഹൃദം കംപ്ലീറ്റ്ലി ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ ഷാനവാസ് ആഗ്രഹിക്കുന്നില്ല. അതെന്താവും നമുക്ക് അടുത്ത വീക്കിൽ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി മറ്റൊരു കാര്യം, എപ്പിസോഡ് തീരാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ഒനിയൽ അഭിശ്രീ ആരിനെ പറ്റിയൊരു കാര്യം പറയുന്നുണ്ട്. അവൻ ആ ലവ് ട്രാക്കിൽ അല്ലെങ്കിൽ ഒരു കോംബോയിൽ, ജിസിയിലോട്ടുള്ള കോംബോയിൽ നിൽക്കുമ്പോൾ ആരിനാണ്, അതായത് ആണുങ്ങൾക്കാണ് പുറത്ത് ഏറ്റവും കൂടുതൽ നെഗ് വരിക. ആ പറഞ്ഞ കാര്യം ഏറെക്കുറെ ശരിയാണ്. പക്ഷേ ആരിനേക്കാൾ നെഗായിട്ട് ഇപ്പൊ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഗെയിം കളിക്കാണ്ട് ഇപ്പൊ നിൽക്കുന്നത് അഭിശ്രീ ഒണിയലും സാബുമാനൊക്കെയാണ്. അവർ 3 പേരുമാണ് ഇപ്പോൾ ഒരു ഗ്യാങ് എന്ന് പറയുന്നത്. ഷാനവാസിന്റെ അടുത്താണ് അവർ ഈ കാര്യം സംസാരിക്കുന്നത്. ഈ 3 പേരും തങ്ങളൊട്ടും കളിക്കുന്നില്ല എന്നുള്ളത് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അനുമോളുടെ ഒരു കാര്യം, അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അനുമോൾക്ക് ഇപ്പോൾ കോണ്ടന്റ് വളരെ കുറവാണ്. അനുമോൾ പ്രത്യേകിച്ച് ഒന്നും കൂടെ ചെയ്യുന്നില്ല. പക്ഷെ ഇന്നത്തെ ഈ ജീവൻ വന്നപ്പോൾ അനുമോൾക്ക് ഒരു ഫോക്കസ് അവിടെ കിട്ടി എന്നുള്ളതാണ്. അനുമോളത് നന്നായിട്ട് അവിടെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്തു. എനിവേ, ബാക്കി നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ്, ഈ ആഴ്ചത്തെ എവിക്ഷൻ ഭയങ്കര ക്രൂഷ്യൽ ആയിരിക്കും. ഐ തിങ്ക് എനിക്കിപ്പോൾ തോന്നുന്നത് അഭിശ്രീ പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അതായത് സാബുമാൻ, ബിന്നി, ഇവരൊക്കെ ഇതിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകാനായിരിക്കും ചാൻസ് കൂടുതലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച അത് അറിയാനായിട്ട് സാധിക്കും. ഒരു ഡബിൾ എവിക്ഷൻ ചാൻസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇത്തിലൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. കാരണം ഇപ്പൊ തന്നെ ഓൾറെഡി ഹൗസിൽ അത്യാവശ്യം 10, 14, 15 പേരുണ്ട്. അപ്പോൾ ഡബിൾ എവിക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ അല്ലേ? നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ കാണാം.